യൂണിഫോം ധരിച്ച സഖാക്കളാണ് ഇതൊക്കെ ചെയ്യാൻ മുൻപന്തിയിൽ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഓർത്തോളൂ, നിങ്ങളുടെ ഇരട്ടച്ചങ്ങനെ കേരളം മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് എടുത്തെറിയുന്നതിന് ഒരുപാടധികം കാലം വേണ്ട. ഭരണം മാറും, കസേരയിൽ ഇരിക്കുന്നവരും മാറും എന്നുള്ള ഓർമ്മ നിങ്ങൾക്കുണ്ടാവുന്നത് നല്ലതാ. എല്ലാ എണ്ണത്തിനെയും നോട്ടമിട്ടിട്ടുണ്ട്. പേരും ഊരും അഡ്രസ്സും എല്ലാം ഞങ്ങൾക്കറിയാം. ഒന്നിനെയും വെറുതെ വിടില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തോ. പിന്നെ CPM ഇത്തരത്തിലൊരു തിരക്കഥ ഉണ്ടാക്കി അതിൽ പോലീസിനെ കൊണ്ട് ഇത്തരത്തിലൊരു ആട്ടം അടിക്കുന്നത് എന്തിനാ എന്ന് ചോദിച്ചാൽ, ഇത്തരത്തിലുള്ള അറസ്റ്റുകൾ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് UDFന്റെ ശ്രദ്ധയും UDFന്റെ പ്രതിഷേധങ്ങളും ഈ പേരാമ്പ്രയിൽ നടന്ന പ്രശ്നങ്ങൾക്ക് പിറകെ ആവണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. എന്തിനാ അങ്ങനെ? കാരണം ഇവരുടെ തലക്ക് മുകളിൽ നിൽക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഇപ്പൊ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ. ഒന്ന്, ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ചതാണ്. മറ്റൊന്ന് എന്ന് പറയുന്നത് പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിനെതിരെ വന്നിരിക്കുന്ന EDയുടെ സമൻസാണ്. ഈ രണ്ട് കാര്യങ്ങളിലും നടന്നിരിക്കുന്ന അവിഹിതമായ കൂട്ടുകെട്ടുണ്ട്. ആ കൂട്ടുകെട്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന RSSും BJPയും ഈ പറയുന്ന പിണറായി വിജയനും തമ്മിലുള്ള അവിഹിത കൂട്ടുകെട്ടാണ്. ആ കൂട്ടുകെട്ട് പുറത്ത് ചർച്ച ചെയ്യപ്പെടും. അതോടൊപ്പം തന്നെ ശബരിമലയിലെ അയ്യപ്പന്റെ കൊള്ള അത് ചർച്ച ചെയ്യപ്പെടും. അതുപോലെ പിണറായി വിജയന്റെ തോൽവി, ഈ തോൽവിയായിട്ടുള്ള പിണറായി വിജയനെ ജനങ്ങൾ വാരി വലിച്ച് ഭിത്തിയിലൊട്ടിക്കും. അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണം? അതിന് പറ്റിയ ഒരു കരു വേണം. ആ കരു ആരാ? ഷാഫി പറമ്പില.